2013 ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ തുടങ്ങുന്നത്. സോളും ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാകട്ടെ സഞ്ജയുടെ ഒരു ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. സഞ്ജയ് ആദ്യമായിട്ട് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നതിന് മുമ്പായിരുന്നു അവനും ഈ ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുമുണ്ടായിരുന്നത്. ഫസ്റ്റ് ലവിനെ കുറിച്ച് ഓർക്കുന്ന കൂടുതൽ ആൾക്കാരും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഇത് എന്നൊക്കെ ആങ്കറും പറയുന്നു. അങ്ങനെയിരിക്കെ നിന്റെ ഫസ്റ്റ് ലവിനെയൊക്കെ ഓർത്തിട്ടല്ലേ നീയും ഈ ഒരു പാട്ട് എഴുതിയത്? അതുകൊണ്ട് തന്നെ നിന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്നൊക്കെയാണ് ആങ്കറും സഞ്ജയോട് ചോദിക്കുന്നത്. മഴയൊക്കെ പെയ്ത ഒരു ദിവസമായിരുന്നു ഞാനും അവളെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അവളും മഞ്ഞ നിറത്തിലുള്ള ഒരു കുടയൊക്കെ എന്റെ നേർക്കും നീട്ടി. അവളെ കണ്ട സമയത്താകട്ടെ എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നതെന്ന് പോലും ഞാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവനും പറയുന്നത്. പക്ഷെ ഇത് എപ്പോഴാണ് നടന്നതെന്നൊന്നും അവൻ പറയുന്നില്ലെങ്കിൽ കൂടി അതൊക്കെ കേൾക്കുന്ന സോളും ആരായിരിക്കും അവന്റെ ആദ്യ പ്രണയം എന്നൊക്കെ ആലോചിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന്റെ പറയാതിരുന്ന കുറച്ച് സീൻസ് ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോളും സഞ്ജയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നടന്നു വരുമ്പോഴത്തേക്കും കാഹ്യൂണും തനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനുണ്ടെന്ന് പറഞ്ഞ് സോളിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. കാഹ്യൂണും ടീമും സോളിനെയും കൂട്ടിക്കൊണ്ടു പോയെന്നൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ സഞ്ജയ് ഓടി എത്തുകയാണ്. പക്ഷെ അവൻ എത്തി കഴിയുമ്പോഴത്തേക്കും കാഹ്യൂണിനോ സോളിനോ ആ ഒരു കൂട്ടത്തിലൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് അവിടെ എത്തുന്ന ഇൻഹുക്കും നീ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാ കാര്യങ്ങളും ടൈസൺ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ടൈസൺ എത്തുന്നതിന് മുമ്പായിട്ട് സോളിനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിലോ എന്ന സംശയമൊക്കെ ആയിരുന്നു സഞ്ജയ്ക്കും ഉണ്ടായിരുന്നത്. പക്ഷെ സോളായിരുന്നു ടൈസൺ ഇട്ട് നല്ല ഇടിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. എന്റെ സോളിനെ നീ വിഷമിപ്പിക്കരുതെന്ന് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. പക്ഷെ കാഹ്യുവിന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടുവാനായിട്ടല്ലായിരുന്നോ നീയും സോളിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ സോളും ചോദിക്കുന്നത്. നീ എന്തൊരു വേസ്റ്റ് ആണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ തന്നെ ഈ ഒരു കാര്യമൊക്കെ ആദ്യം അറിഞ്ഞത് നന്നായി. നിനക്കധികം മച്യൂരിറ്റി ഒന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നീ മര്യാദക്കൊക്കെ ജീവിക്കണം. ഈ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് പാടില്ല എന്നൊക്കെയാണ് സോളും അവനോട് പറയുന്നത്. ഇനി മറ്റൊരു ദിവസം ഞാൻ തിരികെ വന്നിട്ട് നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയൊക്കെയാണെങ്കിൽ പോലും നീ ഒരിക്കലും യെസ് പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെ സോളും അവന്റെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ടൈസങ്ങും ഇതെല്ലാം തന്നെ കേട്ട് മിണ്ടാതെയും ഇരിക്കുന്നു. ഇനി സോങ്ങും മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്താകട്ടെ നേരത്തെ റെക്കോർഡ് ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. സോളും ഇതൊക്കെ എങ്ങനെ നിർത്തുമെന്നറിയാതെ അതിലൊക്കെ മാറി മാറി ഞെക്കിയും നോക്കുന്നു. അങ്ങനെ അതും നോക്കി റോഡൊക്കെ ക്രോസ് ചെയ്യുവാനായിട്ട് അവൾ നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു കാറൊക്കെ വരുന്നത്. അവളും പേടിച്ച് പിന്നോട്ടൊക്കെ മാറുമ്പോഴത്തേക്കും അവൾക്ക് മുമ്പിലായിട്ട് സഞ്ജയ് ഓടി വന്ന് നിൽക്കുകയാണ്. നീ എന്നോട് സെൽഫിഷ് ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നീയും ടൈസങ്ങിനെ ബ്രേക്കപ്പ് ചെയ്യുമോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെ ആയിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ റെക്കോർഡ് വഴി അവളും കേൾക്കുന്നത്. അത് കേൾക്കുന്ന അവളും എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമൊക്കെ അവനോടും ചോദിക്കുന്നു. അതായത് അവൻ എന്തുകൊണ്ടായിരിക്കും തന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നു അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ വാക്ക് മാത്രമേ പുറത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവഴി ഒരു ബസ്സൊക്കെ പോകുകയാണ്. ബസ്സിന്റെ കാറ്റുകൊണ്ട് അവളുടെ ഫ്രണ്ടിലത്തെ മുടി കുറച്ച് മാറുമ്പോഴത്തേക്കുമാണ് അവളുടെ നെറ്റിയൊക്കെ ചുമന്നിരിക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അവനാകട്ടെ അവളെ അവർ ഉപദ്രവിച്ചു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ടൈൽസ് എങ്ങനെയിട്ട് ചെന്ന് തലയ്ക്ക് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷെ എന്ത് പറയണമെന്ന് പോലും അവൾക്കും അറിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ബസ്സൊക്കെ വന്നത് കാണുന്ന അവളും ഓടി ബസ്സിലേക്കൊക്കെ കയറുന്നു. സഞ്ജയ് ഇഷ്ടമാണെന്നൊക്കെ തുറന്നു പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്ന സോളിന്റെയും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയാകട്ടെ നീ ഉള്ളിലേക്ക് അറിയുന്നത് കൊണ്ടാണ് ഇതുപോലെ നിന്റെ കണ്ണൊക്കെ നിറയുന്നതെന്നായിരുന്നു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും അവളുടെ കണ്ണുകളൊന്നും നിറയാതെ ഇരിക്കുവാനായിട്ട് ഉള്ളിയുടെ ഒരു തണ്ടൊക്കെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് മുത്തശ്ശി. ആ ഉള്ളി എറിഞ്ഞ കൈ കൊണ്ട് തന്നെ അവൾ കണ്ണീരും കൂടി തുടയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും കണ്ണൊക്കെ നേറി കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അത് കാണുന്ന മുത്തശ്ശിയാകട്ടെ അവളോട് കടയിൽ പോയി കുറച്ച് മദ്യമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാനായിട്ടും ആവശ്യപ്പെടുന്നു. സോളിനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ടൈസങ്ങും. അവന്റെ ഹൃദയത്തിനൊക്കെ വല്ലാത്ത വേദന എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സോൾ നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പക്ഷെ അവളോടുള്ള ദേഷ്യം കാരണമായിരിക്കും ഇപ്പോൾ നിനക്ക് വേദനയൊക്കെ എടുക്കുന്നതെന്നാണ് ഫ്രണ്ടും അറിയിക്കുന്നത്. നീ അല്ലാതെ മറ്റാരെങ്കിലും അവളോട് പോയിട്ട് ബ്രേക്കപ്പ് ആക്കുവാനൊക്കെ പറയുമ്പോ ഇതിലും വലിയ മണ്ടത്തരമൊന്നും നിനക്ക് പറ്റുവാനേ ഇല്ല എന്നൊക്കെ ഇൻഹുക്ക് സഞ്ജയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും എനിക്കും അവൾ മറ്റാരെയും ഡേറ്റ് ചെയ്ത് നടക്കുന്നൊന്നും കാണുവാനുള്ള ത്രാണിയില്ല എന്ന് സഞ്ജയും അവനെ അറിയിക്കുന്നു. അങ്ങനെ അവർ നടന്നു വരുമ്പോഴത്തേക്കുമാണ് വഴിയിലിരിക്കുന്ന ടൈസങ്ങിനെ ഫ്രണ്ടിനെയും അവരും കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് ഫ്രണ്ട് ടൈസങ്ങിനോട് പറയുമ്പോഴത്തേക്കും ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് ടൈസങ്ങും എന്നാൽ അതൊക്കെ നോക്കാമെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും സഞ്ജയ്ക്ക് കൂടുതൽ ദേഷ്യമായി അവൻ തല്ലുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു സോള് നിന്നെ ഇട്ടേച്ചു പോയത് കൊണ്ട് തന്നെ ബ്ലൈൻഡ് ഡേറ്റ് ആണ് കൂടുതൽ നല്ലതെന്നൊക്കെ ഫ്രണ്ട് പറയുന്നതും സഞ്ജയ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും അവനും സ്റ്റക്ക് ആയതുപോലെയൊക്കെ നിൽക്കുന്നു.
ടൈസങ്ങും ഇപ്പോൾ സൺഷൈനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പൊക്കോ, അത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സൺഷൈൻ ഇപ്പോൾ ടൈസങ്ങിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവര് ബ്രേക്കപ്പ് ആയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടൊക്കെ സൺഷൈൻ നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു വഴിയിൽ വെച്ച് സോളിനെയും കാണുന്നത്. സോളും ഇപ്പോഴും കരച്ചിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഉള്ളി എറിഞ്ഞതിന്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഇതുവരെയും പോയിട്ടില്ല. സോളിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സൺഷയും നീ ഒരിക്കലും അവന് വേണ്ടി കരയുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വളരെയധികം സപ്പോർട്ടൊക്കെ ചെയ്ത് സംസാരിക്കുകയാണ്. പക്ഷെ ഞാൻ ടൈസൺ കാരണമല്ല കരയുന്നത്, ഒരു ഉള്ളിക്ക് കാരണമാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഉള്ളി എറിഞ്ഞ കൈകൊണ്ട് തന്നെ അവളും കണ്ണുനീരൊക്കെ തൂക്കുന്നു. അങ്ങനെ കൂടുതലായിട്ടുള്ള കരച്ചിലൊക്കെ അവള് നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയും കൂടി അവൻ കാണുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ടായിരുന്നു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും മനസ്സിലാക്കാത്ത അവനും, നീ ഇങ്ങനെ മദ്യമൊന്നും കുടിച്ച് നിന്റെ വിഷമം ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കരുത്. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനില്ലേ, എന്നോട് അതൊക്കെ പറഞ്ഞാൽ പോരെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. നീ ഒരിക്കലും മദ്യമൊന്നും കുടിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും ആ ഒരു മദ്യക്കുപ്പിയൊക്കെ പിടിച്ചു മേടിക്കുവാനായിട്ടും ശ്രമിക്കുന്നു. ഈ മദ്യമൊന്നും നീ കുടിക്കുവാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയും ബോട്ടിലിന്റെ അടപ്പൊക്കെ തുറന്ന് മദ്യം കളയുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ സോളും അവന്റെ കയ്യിൽ നിന്നും അതൊക്കെ പിടിച്ച് മേടിക്കുവാനും ശ്രമിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അതുവഴി സോളിന്റെ സഹോദരനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പുള്ളി നോക്കുമ്പോഴാകട്ടെ ഇവർ രണ്ടുപേരും പിടിവലിയൊക്കെ നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. സഞ്ജയും സോളിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നതായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ചേട്ടനും ഓടി ചെന്നിട്ട് സഞ്ജയ്ക്കിട്ട് ഒരു ചവിട്ടൊക്കെ കൊടുക്കുകയാണ്. ആ ഒറ്റ ചവിട്ടിന് തന്നെ സഞ്ജയ് നിലത്ത് വീഴുകയും സഞ്ജയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയൊക്കെ തെറിച്ചു പോയിട്ട് അതിന്റെ അകത്തുണ്ടായിരുന്ന കുറച്ച് മദ്യമൊക്കെ അവന്റെ വായിലേക്ക് വീഴുകയും ചെയ്യുന്നു. പക്ഷെ അത് വീണ് കഴിയുമ്പോൾ തന്നെ അവനും അവന്റെ ബോധമൊക്കെ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ചേട്ടന്റെ റൂമിലേക്കാണ് സഞ്ജയും കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ കുറച്ച് തുള്ളി മദ്യമൊക്കെ കഴിച്ചു എന്ന് വെച്ച് ആരുടെയെങ്കിലും ബോധമൊക്കെ നഷ്ടപ്പെടുമോ? സത്യം പറ, ഇവന് വട്ടയ്ക്കുള്ളതല്ലേ എന്നാണ് ചേട്ടനും സോളിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. പിന്നീട് രാത്രിക്ക് ആകുന്ന സമയത്താകട്ടെ സോളും പതിയെ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഹാളിൽ കിടക്കുന്ന ചേട്ടനും ഒരു ടേബിൾ ഫാനൊക്കെ വെച്ചിട്ടായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല ചൂടല്ലേ, അങ്ങനെ ഇരിക്കെ സനുജ എങ്ങനെയാണ് ആ ഒരു റൂമിലൊക്കെ കിടന്നുറങ്ങുക എന്നൊക്കെ വിചാരിക്കുന്ന സോളും ചേട്ടനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫാനൊക്കെ എടുത്തുകൊണ്ടുപോയി സനുജയുടെ റൂമിലും കൊണ്ടുപോയി വെക്കുകയാണ്. കുറച്ചു നേരം സൺഷൈനെ തന്നെ നോക്കിയിരിക്കുന്ന സോളും മരിച്ചവരൊക്കെ കിടക്കുന്നത് പോലെ എങ്ങനെയാണ് നിനക്ക് കിടക്കുവാനായിട്ട് സാധിക്കുന്നതെന്നൊക്കെ അവനോടും ചോദിക്കുന്നു. അങ്ങനെ ഒരു സംശയം തോന്നുന്ന അവളും അവന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് അവളുടെ തന്നെ കൈയും വെച്ച് നോക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു സഞ്ജയും പതി അവന്റെ കൈയൊക്കെ അനക്കിയിട്ട് അവളുടെ കയ്യിൽ ചേർത്ത് പിടിക്കുന്നത്. പതിയെ അവനും കണ്ണു തുറക്കാനായിട്ട് പോകുകയാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും സോളും കൈയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ എണീക്കുന്ന സഞ്ജയ് തന്നെ കാണാതിരിക്കുവാനായിട്ട് അവളും കട്ടിലിനടിയിലൊക്കെ പോയി ഒളിക്കുന്നു. സൺജയം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കട്ടിലിനടിയിൽ ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ കിടക്കുന്നത് കാണുന്ന സഞ്ജയം എന്താണ് അതിന് കീഴിലുള്ളത് എന്നൊക്കെ അറിയുവാനായിട്ട് പതിയെ താഴേക്കൊക്കെ നോക്കുന്നു. സോളിന്റെ ആ ഒരു കിടപ്പ് കാണുന്ന സഞ്ജയം പേടിച്ച് നിലവിളിക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സോളും ഓടിച്ചെന്ന് അവന്റെ വായും പൊത്തുകയാണ്. നീ എന്തിനാണ് ഇവിടെ എത്തിയതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഫൻ കൊണ്ടുവന്ന് വെക്കുവാനായിട്ടായിരുന്നു താനും എത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവളും അറിയിക്കുന്നു. അപ്പോഴായിരുന്നു ചേട്ടനും പെട്ടെന്ന് ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത്. ചേട്ടനെ അവളെ കാണാതിരിക്കുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന പുതപ്പൊക്കെ കൊണ്ട് അവനും അവളെ മൂടുന്നു. മാത്രല്ല അവനും ആ ഒരു സമയത്ത് നിലത്തൊക്കെയാണ് കിടക്കുന്നത്. ആദ്യം ഫാനൊക്കെ തിരിച്ചെടുത്തോണ്ട് പോകാമെന്നായിരുന്നു ചേട്ടൻ വിചാരിക്കുന്നതെങ്കിലും നിലത്ത് കിടക്കുന്ന സഞ്ജയനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ അങ്ങ് കട്ടിലയിൽ കിടന്നേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചേട്ടനും കട്ടിലയിൽ കയറി കിടക്കുകയാണ്. പക്ഷെ ആ ഒരു റൂമിൽ എത്തുമ്പോഴത്തേക്കും ചേട്ടനും ഭയങ്കര തണുപ്പൊക്കെ തോന്നുന്നു. എന്നാൽ പിന്നെ പുതപ്പൊക്കെ വെച്ച് പൊതിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സഞ്ജയുടെ പുതപ്പൊക്കെ എടുക്കുവാനായിട്ട് ചേട്ടൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു പുതപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ സോൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ സഞ്ജയും ആ ഒരു പുതപ്പിന്റെ മറ്റേ അറ്റത്ത് പിടിച്ച് നല്ലപോലെ തിരിച്ചും വലിക്കുന്നു. അവൻ ഉറക്കത്തിലാണെങ്കിൽ പോലും എന്ത് ശക്തിയായിട്ടാണ് പുതപ്പൊക്കെ വലിക്കുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് ചേട്ടനും കിടക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴാകട്ടെ ചേട്ടനൊക്കെ ഉറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് സോളും പതിയെ പുതപ്പിന്റെ അകത്തുനിന്ന് തലയൊക്കെ പൊക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് കുറച്ചു നേരം കിടക്കുകയാണ്. അപ്പോഴായിരുന്നു നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചേട്ടനും ചോദിക്കുന്നത്. ചേട്ടനും അവരങ്ങനെ നോക്കി നിൽക്കുന്നതെല്ലാം തന്നെ കണ്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അവരാകട്ടെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലൊക്കെ പെട്ടെന്ന് തന്നെ കണ്ണടച്ച് ഉറങ്ങുന്നതായിട്ടൊക്കെ അഭിനയിക്കുന്നു. മാത്രമല്ല സോളും ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന അസുഖമൊക്കെ എനിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഉറക്കച്ചടവിൽ എണീറ്റ് പോകാനായിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷേ രണ്ടും കൂടി എന്നെ പറ്റിക്കുവാനായിട്ട് നോക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടനും ആകെ ദേഷ്യപ്പെട്ട് അവളുടെ പിന്നാലേക്ക് ഓടുമ്പോഴത്തേക്കും സഞ്ജയും ചേട്ടനെ പിടിച്ചു നിർത്തുന്നു. രാവിലെ തന്നെ ഹ്യുൻചുവിനെ കാണുവാനായിട്ട് സോൾ എത്തി കഴിയുമ്പോഴത്തേക്കും നിന്നെ ഇഷ്ടമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആ പറഞ്ഞയാള് സഞ്ജയാണോ? അതുകൊണ്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ആയിരുന്നു ഹ്യുൻചുവും ചോദിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് ഹ്യുൻചുവിനോട് സോളും തിരിച്ചു ചോദിക്കുന്നു.
നീയും അവന്റെ പിറകെ എന്തോരം നടന്നതാണ്. പിന്നെ എങ്ങനെയാണ് അവൻ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നൊക്കെയാണ് ഹിഞ്ചുവും ചോദിക്കുന്നത്. ആദ്യമാകട്ടെ വളരെ സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും നീ സ്വിമ്മിംഗ് പൂളിന്റെ അകത്തേക്കൊക്കെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഇഷ്ടമാണെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. പഠിക്കേണ്ട സമയങ്ങളിൽ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് പോലും നീ അവനെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗെയിംസിലൊക്കെ അവനെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. പിന്നെ അവന് ഷോൾഡറിന് പരിക്കേറ്റ സമയത്താകട്ടെ നീയും അവന് ഫുഡൊക്കെ ഡെയിലി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഇത്രയൊക്കെ കാരണം പോരെ നിന്നെ അവന് ഇഷ്ടമാണെന്ന് പറയുവാനെന്ന് ഹിഞ്ച് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ മറ്റൊരു കാര്യം കൊണ്ടായിരുന്നു താനും ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് സോളും അറിയിക്കുന്നത്. അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും നീ അവന്റെ റൂമിലൊക്കെ കയറി ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം എന്തിനായിരുന്നു എന്നൊക്കെയാണ് ഹിഞ്ചു ചോദിക്കുന്നതും. ഇനി അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് പഠിക്കുവാനായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് സൺഷയ എത്തിയിരിക്കുന്നതും കൂടി ഹിഞ്ചു കാണുന്നു. ഹിഞ്ചുവും അവൾക്ക് സൺഷനെ കാണിച്ചും കൊടുക്കുന്നു. നീ എന്താ ഇവിടെ വന്നേക്കുന്നതെന്നൊക്കെ സൺഷയോട് സോൾ ചോദിക്കുമ്പോഴാകട്ടെ നേരത്തെ ഇൻഹുക്ക് പറഞ്ഞൊരു കാര്യമൊക്കെയാണ് സൺഷയും ഓർക്കുന്നത്. ഇപ്പോൾ അവൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറകെ നടക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീയും വളരെ നോർമലായിട്ട് മാത്രമേ അവളുടെ മുമ്പിൽ ഇടപെടുവാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ആയിരുന്നു ഇൻഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ എത്തിയതാണെന്നൊക്കെയാണ് സോളിന്റെ അടുത്ത് അവനും പറയുന്നത്. എന്നാലും നിന്റെ അടുത്ത് തന്നെ എനിക്ക് സീറ്റ് കിട്ടിയല്ലോ, ഇതൊക്കെ വളരെ യാദൃശികം മാത്രമാണെന്നൊക്കെ ഒന്നും അറിയത്തില്ലാത്തതുപോലെയൊക്കെ അവനും പറയുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്നും പഠിക്കുന്നു. സോളിനെ ഒന്ന് കോൾ ചെയ്തേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ടൈസൺ ഇരിക്കുമ്പോഴത്തേക്കുമായിരുന്നു സോളിന് ഫോണില്ല എന്ന കാര്യമൊക്കെ അവനും ഓർക്കുന്നത്. ഗാഹ്യോണും സോളിനെ ഉപദ്രവിക്കാറുണ്ട് എന്നൊരു കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഫ്രണ്ടും ടൈസങ്ങിനെ ഇപ്പോൾ അറിയിക്കുന്നു. ഫ്രണ്ടും സോള് കൊടുത്ത ടെഡി ബെയറിന്റെ മുകളിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാത്ത ടൈസങ്ങും അവനെ തള്ളി മാറ്റിയതിനു ശേഷം അതും എടുത്തുകൊണ്ട് പോകുകയാണ്. സഞ്ജയുടെ മാർക്കൊക്കെ വളരെയധികം പുറകോട്ടാണ്. അങ്ങനെ ഇരിക്കെ മിനിമം ആയിട്ടുള്ള ഒരു മാർക്കൊക്കെ മേടിക്കണമെന്ന് സഞ്ജ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു മാർക്ക് പോലും ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് പരിശ്രമിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു മാർക്കൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ എങ്ങനെയാണ് കോളേജിലേക്കുള്ള അഡ്മിഷനൊക്കെ കിട്ടുക എന്ന് വിചാരിച്ചുകൊണ്ട് സോളും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. പക്ഷെ സഞ്ജ ആകട്ടെ ടിവിയിൽ ഉണ്ടായിരുന്ന ബേസ്ബോൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ട് വരുന്നത്. സോളം തന്നെ പഠിക്കുവാനായിട്ട് സഹായിക്കുമെന്നൊക്കെ സഞ്ജു വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും കുറെ കാലം മുമ്പായിരുന്നല്ലോ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആകട്ടെ ചെറിയ ബേസിക് ആയിട്ടുള്ള ഫോർമുല പോലും അവൾക്ക് അറിയുകയില്ല. അങ്ങനെ ഇരിക്കെ അവളും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫുഡൊക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അതിന് വളരെയധികം ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഇനി സഞ്ജയും അവന്റെ കൈയൊക്കെ നീട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് തുപ്പുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ അതിനൊന്നും സാധിക്കാത്ത അവളാകട്ടെ അതൊക്കെ അപ്പോൾ തന്നെ വിഴുങ്ങിയും വിടുന്നു. സോളും സഞ്ജയും കൂടി തിരിച്ചു വരുന്ന സമയത്താകട്ടെ ഒരു മഴയൊക്കെ പെയ്യുകയാണ്. അവളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു കുട എടുക്കുവാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവന് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം വീട്ടിലേക്കൊക്കെ പോകാമെന്നാണ് അവനും പറയുന്നത്. അവളും അവനെ തന്നെ നോക്കി നടക്കുന്നതിനിടയ്ക്ക് ഒരു പോസ്റ്റിലേക്കൊക്കെ ചെന്ന് തലയിടിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അവനും കൃത്യമായി തന്നെ അവളെ പിടിക്കുന്നത് കൊണ്ട് അവളും രക്ഷപ്പെടുന്നു. നേരത്തെ അവർ കണ്ടുകൊണ്ടിരുന്ന ഗെയിമും ഫൈനലിലേക്കുള്ള ഒരു സെലക്ഷൻ ഗെയിമൊക്കെ ആയിരുന്നു. അങ്ങനെ കൊറിയയും ഫൈനലിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും അവൾ വിഷമിച്ചൊക്കെ നടക്കുന്നത് കാണുമ്പോഴത്തേക്കും ടൈസൺ കാരണം ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന സൺഷയും നമുക്ക് ഒന്നിച്ച് ഇതിന്റെ ഫൈനലൊക്കെ കാണുവാനായിട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനിയും സഞ്ജയുടെ പിറകെ നടക്കുകയാണെങ്കിൽ നീയായിരിക്കും തെറ്റുകാരിയാക്കുക എന്നൊക്കെ ഹ്യുഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഓർക്കുന്ന അവളും CSATയുടെ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവനും ഈ ഒരു ഗെയിമൊക്കെ വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരുവാനായിട്ടൊക്കെ അവളോടും ആവശ്യപ്പെടുന്നു. അവനും ഇംഗ്ലീഷിന്റെ ഒരു വെക്കാബുലറി ഒക്കെ പഠിക്കുവാനായിട്ടുണ്ടായിരുന്നു. നീ അത് മുഴുവൻ തന്നെ പഠിക്കുകയാണെങ്കിൽ ഞാനും ഉറപ്പായിട്ട് വരുന്ന ആയിരിക്കും എന്നൊക്കെ അവൾ പറയുന്നത് കൊണ്ട് തന്നെ അത് മുഴുവൻ പഠിക്കുവാനായിട്ട് അവനും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തിരിച്ചെത്തുമ്പോഴാകട്ടെ ടൈസങ്ങും അവരുടെ വീടിന് മുമ്പിലായിട്ട് ടെഡി ബിയറുമായിട്ട് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ നിന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സൺഷയുടെ കൂടെയൊക്കെ മടക്കിക്കുകയാണ് അവനും. മാത്രമല്ല സോളിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനിടയിലായിട്ടൊക്കെ സൺഷയും കയറുന്നു. എങ്കിൽ പോലും കാര്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് സോളും ഇപ്പോൾ അവന്റെ ഒപ്പം പോവുകയാണ്. ഇൻഹുക്കും അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ കൂളായിട്ടൊക്കെ പെരുമാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ സംസാരിക്കുന്നതിൽ തങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന രീതിയിലൊക്കെയാണ് സഞ്ജയും പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.